ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എങ്ങനെ എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൺ പീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ 2 എപ്പിസോഡും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും അത് കാണാൻ മറക്കല്ലേ. 2 എപ്പിസോഡിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് 7 വർഷങ്ങൾക്ക് മുൻപുള്ള സിറപ്പ് എന്ന ഗ്രാമമാണ്. അവിടെ ഈ വലിയ മണി മുഴക്കിക്കൊണ്ട് ഈ കൊച്ചുപയ്യൻ പൈറേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അലറി വിളിക്കുന്നു. പൈറേറ്റുകൾ വരുന്നുണ്ടെന്നറിയുമ്പോൾ അവിടെയുള്ള എല്ലാ ജനങ്ങളും ഭയന്ന് വീടിനുള്ളിൽ കയറി വാതിലടച്ചിരിക്കുന്നു. എന്നാൽ പിന്നീട് അവൻ ഇതൊരു സ്ഥിരം പരിപാടിയാക്കുകയാണ്. ഇവൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും പൈറേറ്റുകളൊന്നും ആ നാട്ടിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഗ്രാമത്തിലെ ആളുകൾ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ അവൻ വളർന്നൊരു യുവാവായി. എന്നാൽ ഇപ്പോഴും കക്ഷി ചെയ്യുന്നത് പഴയ കാര്യം തന്നെയാണ് കേട്ടോ. ഇവന്റെ പേരാണ് ഊസോപ്പ്. ഇവൻ ഇങ്ങനെ പൈറേറ്റുകൾ വരുന്നുണ്ടെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഒരു റിഹേഴ്സൽ പോലെയാണ്. ഒരിക്കൽ ഇവരുടെ നാട് ആക്രമിക്കാൻ പൈറേറ്റുകൾ വരുമെന്നും അന്ന് ഈ നാടിനെ രക്ഷിക്കാൻ മഹാനായ ഊസോപ്പ് ഉണ്ടാകുമെന്നുമൊക്കെയാണ് അവൻ മനക്കോട്ട കെട്ടുന്നത്. അങ്ങനെ നമ്മുടെ ലൂഫിയെ കാണുകയാണ്. അവൻ എല്ലാ പൈറേറ്റ് കപ്പലുകളിലും കാണുന്ന പോലൊരു കൊടി സ്വന്തമായി ഉണ്ടാക്കി നാമിയെ കാണിക്കുന്നു. എന്നാൽ നമ്മളൊരു ടീമുമല്ല, എന്റെ ബോട്ടിൽ ഇതൊന്നും തൂക്കാൻ പാടില്ല എന്ന് നാമി കട്ടായം പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അകത്തെന്തോ ലീക്കുണ്ടെന്ന് പറഞ്ഞ് സോറോ വരുന്നുണ്ട്. അത് കേട്ട് ഓടിച്ചെല്ലുമ്പോൾ നാമി കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നാമിയുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നില്ലേ, അവൾ അതിൽ ആരോ വിളിക്കുകയും ചെയ്തിരുന്നു. ആ ഫോൺ വെള്ളം കയറി നശിച്ചുപോയി. ഇപ്പോൾ അവരുടെ കപ്പലിൽ വെള്ളം കയറി നശിക്കുമെന്ന അവസ്ഥ ആയതുകൊണ്ട് അവൾക്കൊരു പുതിയ കപ്പൽ ആവശ്യമായി വരുന്നു. നാമിയാണെങ്കിൽ മാപ്പ് നോക്കിയിട്ട് അടുത്തുള്ള ഗെക്കോ ദ്വീപിലേക്ക് പോകാം, അതിനുള്ളിൽ ഈ കപ്പൽ മുങ്ങാതെ അവിടെ എത്തിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. ഇതേ സമയം തന്നെ ലൂഫിയെയും കൂട്ടരെയും കണ്ടെത്താനായി യാത്ര തിരിച്ചിറങ്ങുന്ന ഗാർപ്പും ടീമും കപ്പലിൽ കേഡറ്റുകൾക്ക് കുറച്ച് ജോലികളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ ഹെൽമപ്പോ കുറച്ച് അഹങ്കാരി ആയതുകൊണ്ട് തന്നെ അവന് കൊടുത്ത ഒരു പണിയും മര്യാദക്ക് ചെയ്യുന്നില്ല. ഇത് കാണുന്ന കോബി അവനെ സഹായിക്കാനായി ആ കയറെല്ലാം നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കുന്നു. എന്നാൽ ഹെൽമപ്പോയ്ക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴവിടേക്ക് ഗാർപ്പ് വന്ന് ആരാ ഈ റിഗ്ഗിംഗ് കെട്ടിവെച്ചതെന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കേൾക്കുമ്പോൾ ഹെൽമപ്പോ കരുതുന്നത് ഇത് മോശമായി ചെയ്തതുകൊണ്ട് വഴക്കു പറയാനാകും ചോദിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ നിനക്കിപ്പോൾ പണി കിട്ടുമെന്ന് മനസ്സിൽ ചിന്തിച്ചവൻ കോബിയെ ചൂണ്ടിക്കാണിച്ച് കോബിയാണ് കെട്ടിയതെന്ന് പറയുന്നു. എന്നാൽ ഹെൽമപ്പോ പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. വൈസ് അഡ്മിറൽ കോബിയുടെ വർക്ക് കണ്ട് ഇംപ്രസ്ഡ് ആയതുകൊണ്ട് അവനെ അഭിനന്ദിച്ച ശേഷം നിനക്കിനിയും കൂടുതൽ ചെയ്യാനാകുമെന്ന് പറഞ്ഞ് കോബിയെ കൂടെ കൂട്ടുന്നു. മാത്രമല്ല ഹെൽമപ്പോയോട് കെട്ടിപ്പടിക്കാൻ പറഞ്ഞ് കുറെ കയറുകളും കൊടുക്കുന്നു. താൻ കുഴിച്ച കുഴിയിൽ ഹെൽമപ്പോ തന്നെ വീണു. പിന്നീട് നമ്മൾ കാണുന്നത് ഗെക്കോ ദ്വീപിൽ എത്തുന്ന സോറോ ബഗ്ഗിയുടെ വാണ്ടഡ് പോസ്റ്റർ കാണുകയാണ്. ആ കോമാളിയുടെ വില 15 മില്യൺ ബെറിയാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ ആ പേട്ട തല കൂടി കൊണ്ടുവരാമായിരുന്നു എന്ന് സോറോ നിരാശയോടെ പറയുന്നു. അത് കേട്ട് ലൂഫി സോറോയെ ഓർമ്മിപ്പിക്കുന്നത് നിനക്കിന് ഒരു മറീൻ പൈസ തരില്ല, കാരണം നീ ഇപ്പോ അതിലും വലിയ പിടികിട്ടാ പുള്ളിയാണല്ലോ. അങ്ങനെ കപ്പലുകൾക്ക് പേര് കേട്ട സിറപ്പ് ഗ്രാമത്തിലാണ് ഇപ്പോൾ മൂവരും എത്തിച്ചേർന്നത്. അവിടെ അവർ പുതിയ കപ്പൽ തേടി ഇറങ്ങുന്നു. ഇതേ സമയം ബഗ്ഗി അവന്റെ ശരീരഭാഗങ്ങളെല്ലാം ആ അടച്ചു വെച്ചിരിക്കുന്ന പെട്ടികളിൽ നിന്ന് സ്വന്തമാക്കുന്നു. അങ്ങനെ അവൻ അവന്റെ പൂർണ്ണ രൂപത്തിൽ എത്തുമ്പോഴേക്കും അർലോങ് എന്ന് പേരുള്ള ദുഷ്ടനായ പൈറേറ്റിന്റെ സഹായി ബഗ്ഗിയെ തേടി അവിടെ എത്തുന്നു. അർലോങ്ങിന് ബഗ്ഗിയെ കാണണമെന്ന് വരുന്നയാൾ ആവശ്യപ്പെടുമ്പോൾ ബഗ്ഗി തിരിച്ച് പുച്ഛത്തോടുകൂടി മറുപടി പറയുന്നു. പോരാത്തതിന് അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാളതിനെ ഈസിയായി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ബഗ്ഗിയുടെ ക്ലൗൺ കണക്കുള്ള മൂക്കിലേക്ക് ഒരു നല്ല ഇടി കൊടുക്കുന്നു. ബഗ്ഗിയാണെങ്കിൽ ആ ഒരൊറ്റ ഇടിയിൽ തന്നെ ബോധം കെട്ട് തെറിച്ചു വീഴുന്നു. ശേഷം കാണുന്നത് ലൂഫി അവന്റെ മനസ്സിലുള്ള കപ്പലിന്റെ രൂപത്തെക്കുറിച്ചൊക്കെ വർണ്ണിച്ചുകൊണ്ട് നാമിയുടെയും സോറോയുടെയും കൂടെ നടക്കുന്നതാണ്. അവിടെ ഒത്തിരി കപ്പലുകളുടെ പണി നടക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നാമിയുടെ ഉദ്ദേശം ഒരു കപ്പൽ ഇവിടെ നിന്ന് മോഷ്ടിക്കാനാണ്. എന്നാൽ ലൂഫി പറയുന്നത് കപ്പൽ എന്നത് നമ്മുടെ ക്രൂവിന്റെ ഒരു ഭാഗമാണ്. സോ മികച്ച ഒന്ന് തന്നെയായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരിക്കലും മോഷ്ടിക്കാൻ അവൻ തയ്യാറല്ല, മാന്യമായി ചോദിച്ചു വാങ്ങാമെന്നാണ് അവന്റെ തീരുമാനം. എന്നാൽ ലൂഫി വിചാരിക്കുന്ന പോലെ പൈസ കൊടുക്കാതെ ആരും കപ്പൽ കൊടുക്കില്ല എന്ന് വിശ്വസിക്കുന്ന നാമിയും സോറോയും കപ്പൽ മോഷ്ടിക്കാൻ പ്ലാൻ ഇടുകയാണ്. അങ്ങനെ തിരച്ചിലുകൾക്കൊടുവിൽ ലൂഫി ആഗ്രഹിച്ച പോലൊരു ഷിപ്പ് അവൻ കണ്ടെത്തി. അതിന്റെ ഭംഗിയിൽ മുഴുകി നിൽക്കുന്ന ലൂഫിയോട് ഊസോപ്പ് ആ ഷിപ്പിന്റെ സവിശേഷതകൾ
കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല ലൂഫിയും കൂട്ടരും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നറിയുമ്പോൾ ഊസോപ്പ് ഈ ഷിപ്പിന്റെ ഉടമ തന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അതിനുശേഷം നമ്മൾ കോബിയെ കാണുമ്പോൾ മിസ്റ്റർ ഗാർപ്പ് അവനെ കൂടുതലായി അറിയാൻ ശ്രമിക്കുന്നു. മാത്രമല്ല അയാൾ കോബിയെ കംഫർട്ടബിൾ ആക്കി കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. ആദ്യ സ്റ്റെപ്പായി ഗാർപ്പ് ചെയ്യുന്നത് കോബിയുടെ കൂടെ ഒരു ഗെയിം കളിക്കുക എന്നതായിരുന്നു. ഇതേ സമയം തന്നെ ഊസോപ്പിന്റെ കൂടെ ലൂഫിയും കൂട്ടരും ഷിപ്പിന്റെ ഉടമയായ ഊസോപ്പിന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോൾ അതൊരു കൊട്ടാരം പോലെ മനോഹരമായിരുന്നു. എന്നാൽ ആ വീട്ടിലെ ജോലിക്കാർ ഊസോപ്പിനോട് വളരെ മോശമായിട്ടായിരുന്നു പെരുമാറിയത്. അത് കണ്ടുവരുന്ന ഊസോപ്പിന്റെ കൂട്ടുകാരിയായ ഇവളുടെ പേരാണ് കായ. കായ ഊസോപ്പിനെ കാണുമ്പോൾ തന്നെ വളരെയധികം ഹാപ്പിയാകുന്നു. ഇന്ന് കായയുടെ ബർത്ത്ഡേ ആണ്. ഊസോപ്പ് അവളെ വിഷ് ചെയ്യുമ്പോൾ കായയുടെ പാചകക്കാരൻ അവനെ വഴക്കു പറയുന്നുണ്ട്. കായ എന്തോ ഒരു അസുഖമുള്ള ഒരു കുട്ടിയാണ്. കായയുടെ പാരന്റ്സിന്റെ മരണത്തിന് ശേഷം ഈ വലിയ വീട്ടിൽ അവളുടെ പാചകക്കാരനും മറ്റു ജോലിക്കാരുമാണ് അവളെ നോക്കുന്നത്. കായക്കുള്ള ഒരേ ഒരു സുഹൃത്ത് ഊസോപ്പാണ്. ഊസോപ്പ് എപ്പോഴും കായോട് പറയുന്ന വീരസാഹസിക കഥകളെല്ലാം അവൾ വളരെ താല്പര്യത്തോടെയാണ് കേട്ടിരിക്കാറുള്ളത്. ഇന്നും ആ കഥകൾ കേൾക്കാനായി അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഊസോപ്പ് ഇപ്പോൾ നമ്മുടെ ലൂഫിയെയും കൂട്ടുകാരെയും അവന്റെ ക്രൂ ആയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. കായ അവളുടെ ബർത്ത്ഡേ ഡിന്നർ കഴിക്കാനായി അവരെയെല്ലാം ക്ഷണിക്കുന്നു. എന്നാൽ ഇതൊന്നും താല്പര്യമില്ലാത്ത പോലെയാണ് കായുടെ പാചകക്കാരൻ ക്ലഹദോറിന്റെ സംസാരം. എന്നാലും അവസാന വാക്ക് കായുടേതായതുകൊണ്ട് അവരെല്ലാം ഇന്നവിടെ കൂടുന്നു. ഇതിനിടയിൽ ഊസോപ്പ് കായുടെ റൂമിൽ ആരും അറിയാതെ വന്ന് അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി ഒരു ഭീമൻ പവിഴമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കടലിൽ നിന്ന് എടുത്ത വീരസാഹസിക കഥകൾ കേട്ട് കായ ചിരിക്കുമ്പോൾ അവൾക്ക് നല്ല ചുമയൊക്കെ വരുന്നുണ്ട്. അവിടെയുള്ള എന്തോ ഒരു മരുന്ന് അവൾ കുടിക്കുന്നതും കാണാം. ഇവരുടെ രണ്ടുപേരുടെയും സംസാരങ്ങളിൽ നിന്ന് ഊസോപ്പിന് കായോടുള്ള നിഷ്കളങ്കമായ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഊസോപ്പ് പറയുന്നതെല്ലാം തന്നെ അവന്റെ വീരസാഹസിക കഥകളൊക്കെ അവൻ മെനഞ്ഞെടുക്കുന്ന ഒന്നായിരുന്നു. അതും കായെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇതേ സമയം അതിഥികളായ ലൂഫിക്കും കൂട്ടുകാർക്കും കായുടെ വീട്ടിൽ ഡിന്നറിനായി ആദ്യം നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നു. ഈ ഡ്രസ്സുകൾ അടക്കി വെച്ചത് കണ്ടാൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയ എഫക്റ്റ് ആയിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഏത് ഡ്രസ്സ് തിരഞ്ഞെടുക്കുമെന്ന് കൺഫ്യൂഷനായി എല്ലാവർക്കും. എന്നാൽ ഇതിനിടയിൽ സോറോയ്ക്കൊരു സംശയം. ഇവിടുള്ള പാചകക്കാരന് എവിടെയോ കണ്ട പോലെ. സോറോ ഒരു സംശയം പറയുമ്പോൾ നാമി അവനെ കളിയാക്കി വിടുന്നു. അതേസമയം ലൂഫി പറയുന്നത് കായ ഒരു പാവം കുട്ടിയായതുകൊണ്ട് തന്നെ ആ ഷിപ്പ് ചോദിച്ചാൽ അവർക്ക് തരും എന്നായിരുന്നു. കായ ഒരു പണക്കാരിയായതുകൊണ്ടും അങ്ങനെയുള്ളവളെ നാമിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടും നാമി ലൂഫി പറയുന്നതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ അവർക്കിടയിൽ ഒരു പന്തയം വരുന്നു. കായ സ്വമേധയാ കപ്പൽ തന്നില്ലെങ്കിൽ നാമി പറഞ്ഞ പോലെ അത് മോഷ്ടിക്കാമെന്നായിരുന്നു ബെറ്റ്. പിന്നീട് നമ്മൾ കായയെ കാണുമ്പോൾ ക്ലഹദോർ അവൾക്ക് നീല നിറത്തിൽ എന്തോ ഒരു മരുന്ന് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇന്ന് കായയുടെ 18ാം പിറന്നാളാണ്. 3 വർഷങ്ങൾക്ക് മുൻപാണ് അവളുടെ പാരന്റ്സ് മരിച്ചത്. അന്നു മുതൽ പാചകക്കാരനായ ക്ലഹദോർ ആണ് അവളെ ടേക്ക് കെയർ ചെയ്യുന്നത്. അയാൾ വളരെ സ്നേഹത്തോടെ കായയെ സംരക്ഷിക്കുന്ന പോലെ നിൽക്കുന്നുണ്ടെങ്കിലും ക്ലഹദോറും മറ്റ് 2 ജോലിക്കാരും ചേർന്ന് കുക്ക് ചെയ്യുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നതായി നമുക്ക് കാണാം. നേരത്തെ സോറോ സൂചിപ്പിച്ചതുപോലെ ക്ലഹദോർ വളരെ മിസ്റ്റീരിയസ് ആയ ഒരു ക്യാരക്ടറാണ്. അത് നമുക്ക് വഴിയേ അറിയാം. അതിനുശേഷം നമ്മൾ ഗാർപ്പിനെ കാണുമ്പോൾ കോബിയും ഗാർപ്പും അവരുടെ ഗെയിം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യമൊക്കെ കോബി തോൽക്കുന്നുണ്ടെങ്കിലും ഗാർപ്പ് അവനെ കുറെ മോട്ടിവേറ്റ് ചെയ്ത് അവസാനം കോബി ജയിക്കുന്നു. അതിലൂടെ കോബിയെ മികച്ചൊരു മറീനാക്കാൻ വേണ്ടി ഗാർപ്പ് ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മൾ കായുടെ ബർത്ത്ഡേ പാർട്ടി കാണുമ്പോൾ അവിടെ ജോലിക്കാരും ഊസോപ്പും കൂട്ടുകാരുമല്ലാതെ കായുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സോറോ ക്ലഹദോറിനോട് അയാളെ കണ്ട് പരിചയമുള്ളതായി പറയുമ്പോൾ അയാൾ അതിനൊരു സാധ്യതയുമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. ശേഷം അവരെല്ലാം ഡിന്നർ കഴിക്കുമ്പോൾ കായ്ക്ക് മാത്രം അവളുടെ രോഗാവസ്ഥ കാരണം ഇഷ്ടപ്പെടുന്നതൊന്നും കഴിക്കാൻ സാധിക്കുന്നില്ല. അവൾക്ക് വേണ്ടി നീല നിറത്തിൽ ഒരു സ്പെഷ്യൽ സൂപ്പാണ് ക്ലഹദോർ പ്രത്യേകം കൊടുക്കുന്നത്. കായ്ക്ക് അതിൽ നല്ല വിഷമം തോന്നുന്നു എന്ന് മനസ്സിലാക്കുന്ന ഊസോപ്പ് ആ വിഷമം മാറ്റാനായി ലൂഫിയോട് ഷിപ്പിന്റെ കാര്യം പറയുന്നു. ഷിപ്പ് വാങ്ങാൻ ലൂഫിക്ക് താല്പര്യമുണ്ടെന്നറിയുന്ന കായ പറയുന്നത് ആ ഷിപ്പ്യാർഡ് അവരുടെ പാരന്റ്സിൻ്റെതാണ്. അവരുടെ മരണശേഷം അത് നോക്കി നടത്തുന്നത് അവിടുത്തെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന മെറിയാണ്. ഇന്ന് കായക്ക് 18 വയസ്സ് തികയുന്നതുകൊണ്ട് എല്ലാ അവകാശവും കായക്ക് വന്നു ചേരും. ലൂഫിയും കൂട്ടരും നാവികരാണെന്നാണ് ഊസോപ്പ് കായയോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ നാവികരെല്ലാം മറിച്ച് പൈറേറ്റുകളാണെന്ന് ലൂഫി വെളിപ്പെടുത്തുന്നു. മാത്രമല്ല അവനും നാമിയും സോറോയും ചേർന്ന് ചെയ്ത വീരസാഹസിക കഥകളെല്ലാം ലൂഫി വളരെ സന്തോഷത്തോടെ കായോട് പറയുന്നു. അതിനുശേഷം ഏറ്റവും മികച്ച രീതിയിൽ കായോട് ആ ഷിപ്പ് തരാനായി ആവശ്യപ്പെടുമ്പോൾ
ഇതൊന്നും തന്നെ ക്ലഹദോറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ലൂഫിയെയും കൂട്ടരെയും ഇറക്കിവിടാൻ നോക്കുമ്പോൾ കായ്ക്ക് വീണ്ടും വയ്യാതാകുന്നു. അതുകൊണ്ട് തന്നെ കായ ഒന്നും കഴിക്കാതെ ക്ലഹദോറിന്റെ കൂടെ മുറിയിലേക്ക് പോയി. ശേഷം നമ്മൾ ഗാർപ്പിനെയും കോബിയെയും കാണുമ്പോൾ അവരുടെ ഗെയിം തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗാർപ്പ് കോബിയോട് വീണ്ടും തോൽക്കാൻ പോകുന്ന സമയത്താണ് അവിടേക്ക് ഹെൽമപ്പോ വരുന്നത്. അവന്റെ കയ്യിൽ നമ്മുടെ ലൂഫി മുൻപുണ്ടാക്കിയ പൈറേറ്റ് ഫ്ലാഗ് ഉണ്ടായിരുന്നു. അതിലൂടെ ലൂഫിയും കൂട്ടരും തൊട്ടടുത്തുള്ള ഗെക്കോ ദ്വീപിലുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അതറിയുന്ന ഗാർപ്പ് ലൂഫിയെ പിടിക്കാനായി നിയമിക്കുന്നത് കോബിയെ ആയിരുന്നു. കാരണം ഹെൽമപ്പോ നെപ്പോട്ടിസം കൊണ്ട് മാത്രം ഒരു മറീനായി നിലനിൽക്കുന്നവനാണ്. എന്തുകൊണ്ടും അവനേക്കാൾ കൂടുതൽ കഴിവ് കോബിക്കാണെന്ന് ഗാർപ്പ് തിരിച്ചറിയുന്നു. അതിനുശേഷം കായുടെ വീട്ടിൽ ക്ലഹദോറും മെറിയും തമ്മിലുള്ള ഒരു തർക്കമാണ് നമ്മൾ കാണുന്നത്. കായുടെ ഷിപ്പ്യാർഡെല്ലാം ക്ലഹദോറിന്റെ മേൽനോട്ടത്തിലാക്കണമെന്നാണ് അയാളുടെ പ്ലാൻ. എന്നാൽ മെറി അതിന് തയ്യാറല്ല. അദ്ദേഹം അത് കായെ അറിയിക്കുമെന്ന് വാശി പിടിക്കുമ്പോൾ ക്ലഹദോർ ഒരു കൊടുങ്കാറ്റിന്റെ സ്പീഡിൽ നീങ്ങിക്കൊണ്ട് മെറിയെ പേടിപ്പിക്കുന്നു. ശേഷം അയാളുടെ വിരലുകളെല്ലാം ഓരോ വാളുകളായി മാറുകയും അതുപയോഗിച്ച് മെറിയെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ബഗ്ഗി ദ ക്ലൗണിനെയാണ്. നേരത്തെ തന്നെ അർലോങ്ങിന്റെ ക്രൂവിലെ ആള് വന്ന് ബഗ്ഗിയെ നന്നായിട്ട് പെരുമാറിയല്ലോ. അർലോങ് സ്വയം കടലിന്റെ അവകാശിയാണ് താനെന്ന ഭാവത്തിൽ നടക്കുന്നയാളാണ്. കടലിലെ ജീവിയുടേത് പോലുള്ള മുഖവുമാണ് അർലോങ്ങിനുള്ളത്. സോ കടൽ കൊള്ളക്കാരെല്ലാം തന്നെ അർലോങ്ങിന് കപ്പം കൊടുക്കണമെന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. ബഗ്ഗിയോടത് പറയുമ്പോൾ ബഗ്ഗി വളരെ നിഷ്കളങ്കനായി അഭിനയിക്കുകയും നമ്മുടെ ലൂഫിയുടെ കഥയെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. വീണ്ടും തിരിച്ച് കായുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ പാതിരാത്രിയിൽ ലൂഫിയും സോറോയും ചേർന്ന് കഴിക്കാനായി അടുക്കളയിലേക്കും നാമിയാണെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാനായി പല മുറികളിലേക്കും പോകുന്നു. എന്നാൽ അബദ്ധവശാൽ നാമി എത്തുന്നത് കായുടെ മുറിയിലാണ്. പിടിക്കപ്പെടുന്ന നാമി കായോട് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും കായ നാമിയെ ഒരു സുഹൃത്തിനെ പോലെ കണ്ട് സംസാരിക്കുന്നു. നാമി വിചാരിച്ച പോലെ എല്ലാ പണക്കാരെയും പോലെയുള്ള ഒരാളല്ല കായ എന്ന് മനസ്സിലാക്കുമ്പോൾ നാമിയും കായയും പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നു. ഇതേ സമയം അടുക്കളയിൽ സോറോയും ലൂഫിയും മാത്രമല്ല മറിച്ച് ഊസോപ്പും ഉണ്ടായിരുന്നു. അവരെല്ലാം സംസാരിക്കുന്നതിനിടയിൽ കായയും ഊസോപ്പും തമ്മിൽ പ്രണയമാണോ എന്ന് സോറോ ചോദിക്കുന്നുണ്ട്. അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും ഊസോപ്പിന് കായോട് അതിനപ്പുറം സ്നേഹവും കരുതലുമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ കായോട് നാമിയും ഇതേ കാര്യം ചോദിക്കുന്നു. അതിനുള്ള മറുപടിയായി കായ പറയുന്നത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടാണ് ഊസോപ്പ് എന്നായിരുന്നു. അങ്ങനെ കായയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നാമി കൗതുകത്തോടെ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ ഊസോപ്പും ലൂഫിയുമായുള്ള സംസാരത്തിനിടയിൽ ഷാങ്സിന്റെ ക്രൂവിലുണ്ടായിരുന്ന യാസോപ്പാണ് ഊസോപ്പിന്റെ അച്ഛനെന്ന് മനസ്സിലാക്കുന്ന ലൂഫി അദ്ദേഹത്തെ അറിയാമെന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും ഊസോപ്പുമായി പങ്കുവയ്ക്കുന്നു. ഇതൊക്കെ കേട്ട് ഊസോപ്പ് ഹാപ്പി ആയെങ്കിലും സോറോ തിരഞ്ഞുകൊണ്ടിരുന്നത് മദ്യം എവിടെയാണ് ഉള്ളത് എന്നായിരുന്നു. ഊസോപ്പ് വീഞ്ഞുമുറിയിലേക്ക് സോറോവുമായി പോകുമ്പോൾ ലൂഫി നേരത്തെ കായയ്ക്ക് വേണ്ടി വിളമ്പിയ സ്പെഷ്യൽ സൂപ്പ് എടുത്ത് മുഴുവൻ കഴിക്കുന്നു. എന്നാൽ ഇതേ വീഞ്ഞുമുറിയിൽ വെച്ചായിരുന്നു നേരത്തെ ക്ലഹദോർ മെറിയെ കുത്തിക്കൊന്നത്. അയാളുടെ മൃതദേഹത്തിലെ മുറിവ് കാണുന്ന സോറയ്ക്ക് ഇത് മുൻപ് കണ്ടതായിട്ടുള്ള കാര്യം പറയുമ്പോൾ തന്നെ അവരുടെ മുൻപിലേക്ക് ക്ലഹദോറും മറ്റു ജോലിക്കാരും വരുന്നു. അപ്പോഴാണ് സോറോ തിരിച്ചറിയുന്നത് സോറോ മുൻപ് പറഞ്ഞതുപോലെ ക്ലഹദോറിനെ നേരത്തെ കണ്ട് പരിചയമുണ്ട്. ക്ലഹദോർ എന്നല്ല ഇയാളുടെ പേര്, മറിച്ച് ബ്ലാക്ക് പൈറേറ്റുകളുടെ ക്യാപ്റ്റനായ കുറു ആയിരുന്നു അത്. വാണ്ടഡ് പോസ്റ്ററിൽ സോറോ കണ്ടു മറന്ന മുഖം. ആക്സ് ഹാൻഡ് മോർഗൻ ഇവനെ കൊന്നുവെന്ന് നാട്ടിൽ മൊത്തം പ്രചരിപ്പിച്ച് ഇത്രയും നാൾ ഒളിവിലായിരുന്നു ഇയാൾ. ഇതൊക്കെ സോറോ മനസ്സിലാക്കിയ നിമിഷം സോറോയും ക്ലഹദോർ എന്ന കുറോയും തമ്മിൽ ഫൈറ്റ് തുടങ്ങാൻ പോകുമ്പോൾ കാറ്റിന്റെ വേഗതയിൽ അയാൾ ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴേക്കും മറ്റൊരു ജോലിക്കാരി വന്ന് സോറോയുടെ തലയിൽ ഒരു കുപ്പി വെച്ച് ശക്തമായി അടിക്കുന്നു. അടിയേറ്റ് ബോധം പോയ സോറോയെ കാണുമ്പോൾ തന്നെ ഊസോപ്പ് ഏതൊക്കെയോ വഴി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നാമിയെയും കായയെയും കാണുമ്പോൾ അവർ നല്ല സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കായുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ക്ലഹദോറിനെയും മറ്റാരെയും അനുവദിക്കരുതെന്നും നിന്റെ കരുത്ത് എന്താണെന്ന് നിനക്കറിയില്ല എന്നും പറഞ്ഞാണ് നാമി കായയോട് യാത്ര പറയുന്നത്. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന നാമി മോഷ്ടിച്ച വസ്തുക്കൾ അതേ സ്ഥലത്ത് തിരിച്ചു വയ്ക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സോറോയുടെയും മെറിയുടെയും മൃതദേഹങ്ങൾ കിണറ്റിലേക്കെറിയുന്ന അവിടുത്തെ ജോലിക്കാരെയാണ്. പേടിച്ചോടിയ ഊസോപ്പാണെങ്കിൽ അവന്റെ നാട്ടിലെ എല്ലാ വീടുകളിലെയും ഡോറുകളിൽ കൊട്ടി പൈറേറ്റുകൾ വന്നു എന്ന് ബഹളമുണ്ടാക്കുന്നു. എന്നാൽ ചെറുപ്പം മുതൽ ഇതൊരു പതിവാക്കിയിരുന്ന ഊസോപ്പിന്റെ വാക്കുകൾ കേൾക്കാൻ അവിടെ ആരും തയ്യാറായിരുന്നില്ല. വളരെ വിഷമത്തോടു കൂടി ഊസോപ്പ് അവന്റെ അമ്മ മരിച്ച ദിവസം ഓർക്കുകയാണ്.
അന്നവൻ ചെറിയൊരു കുട്ടിയായിരുന്നു. പൈറേറ്റുകൾ വരുന്നു എന്ന് വിളിച്ചു പറയുന്നത് കേട്ട നാട്ടിലെ ഒരാൾ അവന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി കംപ്ലൈന്റ് പറയുന്നു. അമ്മയും അവനോടിത് ആവർത്തിക്കരുതെന്ന് സ്നേഹത്തോടെ പറയുന്നുണ്ടെങ്കിലും കുട്ടി ഊസോപ്പിന്റെ മനസ്സിലെ ചിന്ത പൈറേറ്റുകൾ വരുമെന്നും കൂടെ അവന്റെ അച്ഛനും വരുമെന്നുമായിരുന്നു. അന്ന് അമ്മയുടെ അസുഖമെല്ലാം മാറുമെന്നവൻ ആഗ്രഹിച്ചു. എന്നാൽ അന്ന് ആ നിമിഷം അവനെ ഒറ്റക്കാക്കി ഊസോപ്പിന്റെ അമ്മ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് ശരിക്കും പൈറേറ്റുകൾ വന്നപ്പോൾ ഊസോപ്പ് പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും അവന്റെ നാട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരാൾ മാത്രം ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. അത് നമ്മുടെ കോബിയായിരുന്നു. ഇതോടുകൂടി 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ലൂഫിയെയും കൂട്ടരെയും തിരഞ്ഞു നടക്കുന്ന കോബിക്ക് ഊസോപ്പ് ഒരു വഴികാട്ടിയാകുമോ? കായുടെ വീട്ടിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നെല്ലാം തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോ വീണ്ടും കാണുന്നത് വരെ ബൈ.